ആലപ്പുഴയിൽ അയൽക്കാരിയായ യുവതിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ച ജോസ് പോലീസിന്റെ പിടിയിലായി. അതിക്രമത്തിനിടെ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആലപ്പുഴ സി-വ്യൂ വാർഡിലുള്ള ഈ ചെറിയ ഷെഡിലാണ് ജോസ് താമസിക്കുന്നത്. സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇയാളുടെ ശല്യം കാരണം ഭാര്യയും മക്കളുമൊക്കെ വേറെയാണ് താമസിക്കുന്നത്. അയൽ വീട്ടുകാരുമൊക്കെ ആയിട്ട് പതിവായി വഴക്ക് ഉണ്ടാകാറുണ്ട്. തൊട്ട് അടുത്ത് താമസിക്കുന്ന വീട്ടിലെ പെൺകുട്ടിയുമായിട്ടാണ് ഇന്നലെ വഴക്കുണ്ടായത്. തുടർന്ന് ജോസ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഗേറ്റ് തുറന്ന് വന്ന് തെറിയും വിളിച്ചിട്ട് ഭയങ്കര തെറിയായിട്ട് വന്നിട്ട് പറഞ്ഞു കൊല്ലുടി എന്ന് പറഞ്ഞിട്ട് വന്നു. ഉടനെ ഞാൻ പറഞ്ഞു ജോസിയെ പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം തന്നെ ഇറങ്ങി പോയി. ഞാൻ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഉടനെ ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ഉടനെ വീണ്ടും വന്ന് ഞാൻ കയ്യിൽ പെട്രോളും ലൈറ്ററും ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ സാധാരണ എന്നിട്ട് വന്ന് കയറി ഉടനെ ഗേറ്റ് തുറന്നതും പെട്രോളും ഒഴിക്കുമായിരുന്നു. ഒഴിച്ച് അവസാനം ലൈറ്ററും കത്തിച്ച് ഇങ്ങനെ വന്നു. ഞാൻ തട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പ് ഈ സൈഡ് ഫുള്ള് പെട്രോളായിരുന്നു. കത്തി ആ പെൺകുട്ടി ഉടൻ തന്നെ വിവരം മൊബൈൽ ഫോണിൽ അമ്മയെ അറിയിക്കുകയും തുടർന്ന് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് എത്തി ജോസിനെ അറസ്റ്റ് ചെയ്തു. ഈ പെൺകുട്ടിയുടെ അച്ഛനെ കുത്തിയ കേസിൽ ജോസ് പ്രതിയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസ്, അതായത് ഇയാൾ കോടതിയിൽ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗത്ത് പോലീസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒട്ടിച്ച നോട്ടീസ് ജോസിന്റെ ഷെഡിന്റെ വാതിലിലുണ്ട്. പോലീസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ കോടതിയിൽ ഹാജരായിട്ടില്ല. സ്ഥിരം മദ്യപാനിയും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് ജോസ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.